ബംഗളൂരു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനാപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ എയർ ഇന്ത്യ മുഖം തിരിക്കുന്നതായി പരാതി. ഈ സാഹചര്യത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനൊരുങ്ങി മംഗളൂരു എയർ ക്രാഷ് വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ. മംഗളൂരു വിമാനാപകടത്തിലെ ഇരകളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിൽ എയർ ഇന്ത്യ മുഖം തിരിക്കുന്നതിനെതിരെ മംഗളൂരു എയർ ക്രാഷ് വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. എയർ ഇന്ത്യ പ്രതിനിധികൾ അനുരജ്ഞന ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കാസർഗോഡ് പൊയ്നാച്ചി രാജധാനി ഓഡിറ്റോറിയത്തിൽ കുടുംബങ്ങളുടെ അടിയന്തര യോഗം ചേർന്നു. ഉയർന്ന നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പ്രത്യേക ലോക് അദാലത്തിൽ പരിഗണിക്കാനിരിക്കുകയാണ്. 2010 മെയ് 22 നടന്ന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 158 പേരിൽ 52 പേരും മലയാളികളായിരുന്നു. ഭൂരിഭാഗം പേരും കാസർഗോഡ് ജില്ലക്കാരുമായിരുന്നു. മംഗലാപുരം വിമാന ദുരന്തത്തിന് 16 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല കുടുംബങ്ങൾക്കും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നതാണ് അസോസിയേഷന്റെ പ്രധാന പരാതി. അടുത്ത അദാലത്ത് സിറ്റിംഗ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ജൂലൈ ആദ്യവാരം നടക്കും. യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് നാരായണൻ കല്ലിംഗം, സെക്രട്ടറി ഫറൂഖ് കാസ്മി, ട്രഷറർ ഹസൻ നബ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻ, അഡ്വക്കേറ്റ് ആരിഫ്, അബ്ദുൾ ജലീൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.